നീലഗിരി പന്തല്ലൂരിൽ കാട്ടാന ആക്രമണം. വനംവകുപ്പിന്റെ വാഹനം കാട്ടാന തകർത്തു. ഇന്നലെ രാത്രിയാണ് സംഭവം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജീപ്പിൽ ഉണ്ടായിരുന്നു. ആന ജീപ്പ് ആക്രമിക്കുന്ന ദൃശ്യങ്ങളും ജനം ടിവിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. SP അർജുൻ ചേരുന്നുണ്ട്. അർജുൻ, വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു വയനാട്ടിൽ എന്ന് തന്നെ പറയാം. ഇതിപ്പോൾ നീലഗിരിയിലാണ് സംഭവം. ഒരു തലനാരിഴയ്ക്കാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കം രക്ഷപ്പെട്ടതെന്ന് തോന്നുന്നു. തീർച്ചയായും രജനി, ഇത് സംഭവിച്ചിരിക്കുന്നത് നീലഗിരി അതുപോലെ തന്നെ പന്തല്ലൂർ, അതായത് നീലഗിരി ജില്ലയിലെ പന്തല്ലൂരാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതായത് വയനാടിന്റെയും തമിഴ്നാടിന്റെ അതിർത്തി ഗ്രാമമാണ് പന്തല്ലൂർ എന്ന് പറയുന്നത്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. അതായത് ഇത്തരത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നു. അതായത് നേരത്തെ തന്നെ അവിടെ ഈ കാട്ടാന ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് വനം വകുപ്പിനെ ഈ നാട്ടുകാർ ഈ വിവരം അറിയിക്കുകയും തുടർന്ന് ഈ ആനയെ തുരത്തുവാൻ വേണ്ടിയാണ് വനം വകുപ്പ് അവിടെ എത്തിയത്. എന്നാൽ പെട്ടെന്ന് തന്നെ ആന ഈ വനം വകുപ്പിന് നേരെ തിരിഞ്ഞ് വനം വകുപ്പിന്റെ ജീപ്പിന് നേരെ പാഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിനുശേഷം പെട്ടെന്ന് പ്രകോപിതന ആന ഈ ജീപ്പ് തള്ളി തകർക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണുവാൻ സാധിക്കും. നേരത്തെ രജനി സൂചിപ്പിച്ച പോലെ തന്നെ തലനാരിഴയ്ക്ക് തന്നെയാണ് ഇത്തരത്തിൽ രക്ഷപ്പെട്ടത്. ഈ വാഹനത്തിന്റെ ചില്ല് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. മാത്രമല്ല വാഹനത്തിന് മറ്റ് കേടുപാടുകളും ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനുള്ളിലെ വനപാലകർ എന്തിനാ തന്നെയും സുരക്ഷിതരാണ്. തുടർന്ന് പിന്നീട് നാട്ടുകാരും വനംവകുപ്പും ചേർന്ന് പടക്കമൊക്കെ പൊട്ടിച്ചതിന് ശേഷമാണ് ആന പിന്തുടർന്നോടിയത്.